ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ആദ്യം ഞാൻ ഒരു പാത്രത്തിലേക്ക് കസ്റ്റാർഡ് പൊടി ചേർത്തിട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു വേറെ പാത്രത്തിൽ അയക്കണ്ട പാൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടോ. കസ്റ്റാർഡ് പൊടി എൻ്റെ ഉമ്മച്ചി വീട്ടിൽ തന്നെ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. വേണമെങ്കിൽ അതിൻ്റെ കമൻസിൽ കൂടെ അറിയിക്കട്ടോ. എന്നിട്ട് അതൊക്കെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചതിന് ശേഷം അത് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ ആക്കിയതിന് ശേഷം അതിക്ക് പഞ്ചസാര ഇടുക കേട്ടോ. പഞ്ചസാര അങ്ങക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടതിന് ശേഷം ഇളക്കിയതിന് ശേഷം ഇത് നമ്മുടെ കസ്റ്റാർഡ് മിക്സില്ല, പാലും കസ്റ്റാർഡും മിക്സിയുടെ അതും ചേർത്തിട്ട് അത് ഇളക്കുമ്പോൾ ഇങ്ങനെ കട്ടായി വരും കേട്ടോ. കട്ടാവുമ്പോൾ അത് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. ചൂടായിക്കോട്ടെ. ചൂടായി വരുമ്പോൾ അതിലേക്ക് കണ്ടസ്ഡ് മിൽക്ക് ഒഴിക്കട്ടോ. കണ്ടസ്ഡ് മിൽക്കും എൻ്റെ അമ്മച്ചി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ വാനില എസൻസ് ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടിയ ഫ്രൂട്ട്സും ചേർക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയ ഫ്രൂട്ട് ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചതില്ല, അതിക്ക് ഐസ്ക്രീം ചേർക്കട്ടോ. അപ്പോൾ ഒന്ന് ചേർത്ത് പിന്നെ ഞാൻ ഒന്നുകൂടി ചേർത്ത് പിന്നെ എൻ്റെ അടുത്തുണ്ട് മുഴുവൻ ഞാൻ ചേർത്തു കേട്ടോ. എന്നിട്ട് അത് ഇളക്കി യോജിപ്പിക്കട്ടോ. അതൊക്കെ ഇളക്കി ഇപ്പം ഞാൻ ഒരു ഫ്രൂട്ടൊക്കെ ചേർക്കട്ടോ. ആദ്യം ഞാൻ ആപ്പിൾ ചേർത്തു കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ ഇളക്കുക കേട്ടോ. ഞാൻ പിന്നെ ഒക്കെ ചേർത്ത് കേട്ടോ. ആപ്പിൾ ഞാനൊക്കെ ചേർത്തു. പിന്നെ പഴം ചേർത്ത് ഇട്ട് നല്ലതുപോലെ ഇളക്കി ഇതാക്കുമ്പോൾ പിന്നെ മാംഗോ ഉണ്ടേലും ചേർത്തിട്ട് അതും ഇളക്കി കൊടുക്കുക. പിന്നെ മാംഗോ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളിത് റെഡിയായി. ടാറ്റാ.